ഇസ്രായേൽ ഗസയിൽ നടത്തിയ മാസങ്ങൾ നീണ്ട വംശഹത്യയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ്. ഗസയിലെ സംഘർഷത്തിനിടയിൽ സ്ത്രീകളുടെ ആരോഗ്യ സംവിധാനങ്ങൾ ആസൂത്രിതമായി ഇസ്രായേൽ നശിപ്പിക്കുകയായിരുന്നുവെന്നും ലൈംഗികാതിക്രമത്തെ യുദ്ധതന്ത്രമായി ഉപയോഗിച്ചുവെന്നുമാണ് കണ്ടെത്തൽ. കിഴക്കൻ ജെറുസലേമും ഇസ്രായേലും ഉൾപ്പെടെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേലി അതിക്രമത്തിന്റെ ഭാഗമായി ഗസയിലെ ഫലസ്തീനി സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കാൻ ഇസ്രായേൽ ആസൂത്രിതമായി പരിശ്രമിക്കുകയായിരുന്നു. റോം സ്റ്റാറ്റ്യൂട്ടും വംശഹത്യ കൺവെൻഷനും പ്രകാരം വംശഹത്യയുടെ രീതികളിൽ ഉൾപ്പെടുന്നതാണ് ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ. വൈദ്യ സംവിധാനങ്ങളുടെ അഭാവം മൂലം ഗസയിൽ പ്രസവ സമയത്തുണ്ടാകുന്ന മരണങ്ങൾ വർദ്ധിച്ചിരുന്നു. അതൊരു മനുഷ്യരാശി ഇല്ലാതാക്കുക എന്ന കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് അന്വേഷണ കമ്മീഷൻ അഭിപ്രായപ്പെടുന്നത്. ഗസൻ ആശുപത്രിയിലെ പ്രസവ വാർഡുകൾ, മെറ്റേണിറ്റി ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ളവ ഇസ്രായേൽ ആസൂത്രിതമായി തകർക്കുന്നതായി നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ ഒന്നുകൂടി അടിവരയിടുന്നതാണ് പുതിയ റിപ്പോർട്ട്. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പിടികൂടുകയും അവരെ സുരക്ഷാ പരിശോധന എന്ന പേരിൽ നഗ്നരാക്കുന്നതും ലൈംഗികമായി ആക്രമിക്കുന്നതും ഇസ്രായേൽ സൈന്യം പതിവാക്കിയിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. ഫലസ്തീനികളെ ഭയപ്പെടുത്തി അടിച്ചമർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇസ്രായേലിന്റെ ലൈംഗിക അതിക്രമങ്ങൾ. ഫലസ്തീനികളെ പൊതുയിടങ്ങളിൽ നിർബന്ധിച്ച് നഗ്നരാക്കുക, ബലാത്സംഗ ഭീഷണി ഉയർത്തുക, ലൈംഗികമായി അതിക്രമിക്കുക എന്നിങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നു. ബലാത്സംഗത്തിനും ജനനേന്ദ്രിയങ്ങൾ തകർക്കുന്നതിനും ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ പരോക്ഷമായ പിന്തുണ ലഭിച്ചതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അത്തരം കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന ഇസ്രായേലി സൈനികരെ പിന്തുണയ്ക്കുന്ന ഇസ്രായേലി മന്ത്രിമാരുടെ അടക്കം പ്രസ്താവനകളും അതിന് തെളിവായി റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളിൽ വലിയ വർധനയാണ് കഴിഞ്ഞ 17 മാസത്തെ ഇസ്രായേലി നരനായാട്ടിൽ ഉണ്ടായതെന്നും റിപ്പോർട്ട് കണ്ടെത്തുന്നു. സ്ത്രീകളുടെ പ്രത്യുൽപാദനത്തിൽ ലഭിക്കേണ്ട അടിസ്ഥാന വൈദ്യസഹായങ്ങളെ ഇസ്രായേൽ ബോധപൂർവം ഇല്ലാതാക്കുകയായിരുന്നു. അതുമൂലം ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ട വലിയ സങ്കീർണതകളാണ് സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നത്. നിരവധി പേരുടെ മരണത്തിനും അത് കാരണമാക്കിയിരുന്നു. 2023 ഡിസംബർ 1 ഗസയിലെ അൽ ബാസ്മയിലെ എംബ്രിയോളജി ലബോറട്ടറിയിൽ 4000 ഭ്രൂണങ്ങളും 1000 ബീജ സാമ്പിളുകളും ഇസ്രായേൽ നശിപ്പിച്ചിരുന്നു. ഒരു ഭാഗത്ത് നിലവിലെ ജനസംഖ്യയെ കൊലപ്പെടുത്തുകയും മറുഭാഗത്ത് പുതിയൊരു തലമുറ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നതിലൂടെ ആ മനുഷ്യരാശിയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. എന്നാൽ റിപ്പോർട്ടിനെ പതിവ് പോലെ ജൂതവിരുദ്ധവും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി നിരാകരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെയ്തത്. രോഷത്തോടെയുള്ള പ്രതികരണത്തിൽ ഹമാസ് നടത്തിയ യുദ്ധക്കുറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇസ്രായേലിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അന്വേഷണ കമ്മീഷൻ ചെയ്യുന്നതെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്നതിനായി 2021 അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തിനായുള്ള സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ UN സ്ഥാപിക്കുന്നത്. മാർച്ച് 1 ജനീവയിൽ നടന്ന പൊതു ഹിയറിംഗിൽ രേഖപ്പെടുത്തിയ ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇസ്രായേലി അതിക്രമങ്ങളുടെ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായവയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമെല്ലാം 3 അംഗ കമ്മീഷൻ പരിശോധിച്ചിരുന്നു. ഗസ മുനമ്പിൽ ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വംശഹത്യ നടത്തിയെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലും ഇസ്രായേലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കണ്ടെത്തലുകളായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി നടത്തിയിരുന്നത്. നിലവിൽ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇസ്രായേൽ ഗസയിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പട്ടിണി മരണത്തിന്റെ വക്കിലാണ് ഗസയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേൽ അതിനെയൊന്നും വകവെക്കാതെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്.